നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സന്ദർശകരുടെ എണ്ണത്തിൽ അയോധ്യ വത്തിക്കാൻ സിറ്റിയെയും മക്കയെയും മറികടക്കുമെന്ന് ഗവേഷണ സ്ഥാപനമായ ജെഫറീസ് പറയുന്നു. വർഷം 5 കോടി ആളുകളെങ്കിലും എത്തും. ദിവസം 1 ലക്ഷം പേർ. ഇത് 3 ലക്ഷം വരെയായി ഉയരാം. ഒരാൾ ശരാശരി 2500 രൂപ ചെലവാക്കിയാൽ അയോധ്യയിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ മാത്രം 25,000 കോടി വർധനവുണ്ടാവും. ഇന്ത്യയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി അയോധ്യ മാറും. അന്താരാഷ്ട്ര തലത്തിൽ മതകേന്ദ്രങ്ങളിൽ മക്കയിലാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്, 2 കോടി. സൗദി അറേബ്യയ്ക്ക് ഇതിലൂടെ $1,200 കോടി വരുമാനം ലഭിക്കുന്നു. വർഷം 90 ലക്ഷം സന്ദർശകരുള്ള വത്തിക്കാൻ സിറ്റിയുടെ വരുമാനം $31.5 കോടി. അയോധ്യയിലേക്കുള്ള ഭക്തർ വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം, മധുര ബംഗൈ ബിഹാരി ക്ഷേത്രം എന്നിവിടങ്ങളും സന്ദർശിക്കും. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെടുത്തും. ഗതാഗതം, ഹോട്ടലുകൾ, പ്രാദേശിക വസ്തുക്കളുടെ ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിൽ വളർച്ചയുണ്ടാകും. തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഫ്രാൻസ്, അമേരിക്ക, UAE തുടങ്ങിയ രാജ്യങ്ങൾ വിനോദസഞ്ചാരത്തിലൂടെ വൻ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യങ്ങളാണ്. അയോധ്യ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും വലിയ പങ്ക് വഹിക്കും. തിരുപ്പതി ക്ഷേത്രത്തിൽ വർഷം 2.5 കോടി ഭക്തർ, $1,200 കോടി വരുമാനം. വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ 80 ലക്ഷം സന്ദർശകർ, 500 കോടി വരുമാനം. താജ്മഹലിലെ 70 ലക്ഷം സന്ദർശകരും 100 കോടി വരുമാനവും. ആഗ്ര ഫോർട്ടിലെ 30 ലക്ഷം സന്ദർശകരെ 27.5 കോടി വരുമാനം.